ഈ RSSന്റെ കൊടി എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ല നേരാമണ്ണം കാണാൻ ഒരു ചേലുള്ള കൊടിയാണ്, കോണം പോലത്തെ കൊടിയാണ്. നിങ്ങൾ കാണൂല, അത് കോണം പോലത്തെ. അങ്ങനെയുള്ള ഒരു കൊടി ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഭാരതാംബ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ? ഭരണഘടനയല്ല അവർക്ക് പ്രധാനം, മനുസ്മൃതിയാണ്. RSSന്റെ ശാഖ മുതൽ പ്രവർത്തിച്ച ഒരാളാണ് കേരളത്തിലെ ഗവർണർ. ആ ഗവർണർ ഇപ്പൊ രാജ്ഭവനിൽ നടത്തുന്ന പരിപാടികളിലും ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. RSSന്റെ പതാക ഏന്തിയ ഒരു സ്ത്രീ. അതിനവർ പേരിട്ട് വിളിക്കുന്നു ഭാരതാംബ. RSSന്റെ കൊടിയാണ്. ഈ RSSന്റെ കൊടി എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ല നേരാമണ്ണം കാണാൻ ഒരു ചേലുള്ള കൊടിയാണ്, കോണം പോലത്തെ കൊടിയാണ്. നിങ്ങൾ കാണൂല, അത് കോണം പോലത്തെ. അങ്ങനെയുള്ള ഒരു കൊടി ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഭാരതാംബ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ? അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണോ? അപ്പോ RSSന്റെ പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ നടത്താൻ പാടുള്ളൂ എന്ന് ഗവർണറുടെ ഒരു ഉത്തരവ്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ആ പരിപാടി നടത്താനായിരുന്നു കൃഷി വകുപ്പ് തീരുമാനിച്ചത്. സാധാരണ രാജ്ഭവനിൽ വെച്ച് ഗവർണർ കൂടി പങ്കെടുക്കുന്ന പരിപാടി പൊതുവെ ഗവർണർ, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവർ പങ്കെടുക്കുന്ന പരിപാടി സംസ്ഥാനത്തുണ്ടായാൽ ആ പരിപാടിയുടെ കരട് തയ്യാറാക്കി ബന്ധപ്പെട്ട ഓഫീസിൽ നൽകണം. അതൊരു കീഴ്വഴക്കമാണ്. പതിവ് പോലെ പരിസ്ഥിതി ദിനത്തിലെ പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കി രാജ്ഭവനിൽ അയച്ചു കൊടുത്തു. അപ്പോ അവ മറ്റൊരു ഭേദഗതിയും വരുത്താതെ ഒരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് RSSന്റെ പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന എന്ന ഒരു പ്രോഗ്രാം കൂടി ചേർത്തുകൊണ്ട് തിരിച്ചയച്ചു. അപ്പൊ കൃഷിമന്ത്രി പറഞ്ഞു, ഇത് സാധാരണ പാടില്ലാത്ത കാര്യമാണല്ലോ. ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ടാകും, പക്ഷെ RSSന്റെ പതാകയേന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം ഭരണഘടനയിലില്ല. അതുകൊണ്ട് രാജ്ഭവനിൽ നിന്നുള്ള പരിപാടി അത് മാറ്റി ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ നടത്തിക്കൊള്ളാം. രാജ്ഭവനിൽ പോകാതെ കൃഷിമന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ചു. മറ്റൊരു പരിപാടി അടുത്ത ദിവസം രാജ്ഭവനിൽ വന്നു. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് രാജ്യ പുരസ്കാർ അവാർഡ് നൽകുന്ന പരിപാടി. ഗവർണർ പങ്കെടുക്കണം, വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ. കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു ചിത്രവും പുഷ്പാർച്ചനയും പറഞ്ഞതിനാൽ വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിൽ അന്വേഷിച്ചു, അത് ഞങ്ങളുടെ പരിപാടിക്കുണ്ടോ? ഇല്ലെന്ന് വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കിയതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി അവിടെ പോകാൻ പുറപ്പെട്ടു. കുറച്ച് താമസിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. കാരണം മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തിയപ്പോ ഈ RSSന്റെ കാക്കി ട്രൗസർ പണ്ടേ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവർണർ RSSന്റെ പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നു. അപ്പോ പറഞ്ഞു വഞ്ചിച്ചു. അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയാണ് എന്റെ രാജ്യം, ഇന്ത്യൻ ഭരണഘടനയാണ് എന്നെ നയിക്കുന്നത്. ഭരണഘടനയിൽ ഒരിടത്തും ദേശീയ പതാകയും
ദേശീയ ഗാനവുമല്ലാതെ RSSന്റെ പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്താൻ വ്യവസ്ഥ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗവർണറുടെ നിലപാടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഞാൻ ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു. എന്റെ കുട്ടികൾക്ക് എല്ലാ ആശംസകളും. ഇന്ത്യയുടെയും ഈ കേരളത്തിന്റെയും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് ശിവൻകുട്ടി ബഹിഷ്കരിച്ചത്.